എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെ കേട്ടോ. ലഞ്ചിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലായത് എന്താണെന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു റെസിപ്പിക്കായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ദശ കട്ടിയുള്ള മീനാണ്. ഞാനിപ്പോൾ ഒരു 10-15 കഷ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് നല്ല ദശ കട്ടിയുള്ള മീൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതായത് കുറച്ച് വെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. മീനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇന്നത്തെ മുള്ളൊക്കെ മാറ്റിയിട്ട് കൈവച്ച് തന്നെ ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും അതുപോലെ തന്നെ 3-4 വറ്റൽമുളക് പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം പൊടിച്ചെടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറച്ച് മാത്രമേ ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് നല്ലതായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനകത്തെ വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ മാറി നല്ലതായിട്ട് ഫ്രൈ ആകണം കേട്ടോ. മീനിൻ്റെ കളറ് ശരിക്കും മാറി വരണം. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മീൻ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് ഇതിലേക്ക് വറുത്തെടുത്ത 2 സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ച് അരിഞ്ഞ് വറുത്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീനിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.